ഹലോ ഡിയോസ്. അപ്പോൾ ഇന്ന് മകീരിയമാണ്. അതായത് നാളെ തിരുവാതിരയല്ലേ. അപ്പോൾ ഇന്ന് മകീരി, തിരുവാതിര തലേ ദിവസം. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ മകീരത്തിന് ഒരിക്കലും എടുത്തിട്ട് തിരുവാതിര എടുത്താലാണ് തിരുവാതിര വ്രതം പൂർണ്ണമാവുള്ളൂ എന്നാണ് പണ്ടത്തെ ഒരു ഐതിഹ്യം. അപ്പോൾ കുളിച്ചിട്ടാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ, നോണൊന്നും പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ വ്രതങ്ങളും നോയമ്പുകളൊക്കെ എടുക്കുന്നുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ തിരുവാതിര തിരുവാതിര എടുക്കുന്നത് പലർക്കും പല കാര്യങ്ങളായിരിക്കും. ചിലർ പറയും തിരുവാതിര എടുത്തു കഴിഞ്ഞാൽ കല്യാണം കഴിയാത്തവരാണെങ്കിൽ തിരുവാതിര എടുക്കുന്നതല്ല ഹസ്ബൻഡിനെ കിട്ടാനാണ്. ഈ കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ തിരുവാതിര എടുക്കുന്നത് ഹസ്ബൻഡ് ദീർഘായുസ്സനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാം. അപ്പോൾ സത്യമാണ്. നിങ്ങളുടെ നാട്ടിലെന്താ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തന്നെ പറയില്ലേ, ഒരു എന്തിനാ തിരുവാതിര എടുക്കണമെന്നാണ് നിങ്ങളുടെ നാട്ടിലെ ഒരു ഐതിഹ്യം, ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. അമ്മ അമ്പലത്തിൽ പോയിരിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുണ്ട്. കുളിച്ചു, കിണറ്റിൽ നിന്ന് വെള്ളം മുക്കണം. ഇവിടെ വീട്ടിൽ ഡെയിലി യൂസിലുള്ള വെള്ളമൊക്കെ അപ്പോഴേക്കും കിണറ്റിൽ നിന്ന് മുക്കിയിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യാം. ടാങ്ക് എടുക്കാറില്ല. ടാങ്ക് കഴുകും, പക്ഷെ എങ്കിൽ പോലും ഞങ്ങൾ ആവശ്യത്തിനുള്ള വെള്ളം കോരിയാണ് എടുക്കാറ്. ഓക്കെ, ബൈ.